എല്ലാവരും നല്ല രീതിയിൽ ഓണപരീക്ഷ ഒക്കെ എഴുതി കഴിഞ്ഞ് വെക്കേഷനൊക്കെ തുടങ്ങാൻ പോവുകയാണ് അല്ലേ. എവിടെയൊക്കെ ട്രിപ്പ് പോകണം, എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യണം എന്നൊക്കെയുള്ള വലിയ ചർച്ചകളിലായിരിക്കും. പക്ഷേ ചില കാര്യങ്ങളൊന്നും നമ്മൾ മറന്നു പോകാൻ പാടില്ല. വെക്കേഷനൊക്കെ തന്നെ അടിച്ചു പൊളിച്ചോളുക. അത് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വരുമ്പം കലാമേളയും സ്പൗട്സും അങ്ങനെ കുറേ കാര്യങ്ങൾ വരും. അപ്പോഴും നമ്മൾ ചിലപ്പോൾ ഒന്ന് പുറകിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, അത് തികച്ചും യാഥാർത്ഥ്യം കൂടിയാണ്. കാരണം ഓണപരീക്ഷയ്ക്കാണ് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. കാരണം ആകെ 2 ചാപ്റ്ററേ ഉള്ളൂ പഠിക്കാൻ, അല്ലെങ്കിൽ 3 ചാപ്റ്റർ, വളരെ എണ്ണം കുറഞ്ഞ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുള്ളൂ. മാത്രമല്ല നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം പഠിക്കാൻ സമയമുള്ളതും ഒക്കെയുള്ള ഒരു പരീക്ഷയാണ് പരീക്ഷയാണ്. പക്ഷെ ഇത് കഴിഞ്ഞ് വരാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് പരീക്ഷയാണ്. അത് അത്ര ചില്ലറക്കാരനല്ല. പുതിയ സിലബസ് വരുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളും പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നതിനുള്ള പ്രശ്നങ്ങളൊക്കെ ഇനിയും കൂടി വരാനുള്ള ചാൻസ് ആണ് കാണുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോൺസെപ്റ്റ് നല്ല വൃത്തിയിൽ പഠിക്കുന്നു. അതിൽ നിന്നും പുതിയ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ ഓണപരീക്ഷയ്ക്ക് കിട്ടിയല്ലോ, അത് വെച്ചിട്ട് ഇനി എങ്ങനെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദ്യം വരും എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് അതിനനുസരിച്ച് റിവിഷൻ ചെയ്യാനും കൂടി പോവാണ്. അപ്പോൾ റിവിഷൻ നടക്കുന്നത് നമ്മുടെ ബാച്ചിലേക്കാണ്. ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവാണ്. സോ ഒട്ടും സമയം കളയേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഓഫറും ഉണ്ട്. ഇപ്പോൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് 10% ഓഫർ ലഭിക്കുന്നതാണ്. അപ്പം നല്ല തകർത്ത് തന്നെ നമുക്ക് പഠിക്കണം. നിങ്ങൾ എൻജോയ്മെന്റ് പ്ലസ് നല്ല രീതിയിൽ പഠനവും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ബ്രഹ്മൂസ് ബാച്ചും ഉണ്ട്. NMOS തകൃതിയായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ട് ആ പ്രിപ്പറേഷൻ ഇതിന് കൂടെ തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. സോ ഇനി അങ്ങോട്ട് നമ്മൾ ഒന്നിച്ച് തന്നെ എങ്ങനെ നമ്മൾ ഓണപരീക്ഷ ഓവർകം ചെയ്തു, ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തു, അതുപോലെ തന്നെ ഇനി അങ്ങോട്ടും നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തകർത്ത് പൊളിച്ച് തന്നെ മുന്നോട്ട് പോകണം. സോ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.